ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എലമെൻ്റൽ PSA. ഇന്ന് കറണ്ട് അഫേഴ്സിൻ്റെ ഒരു വീഡിയോ ആണേ. പ്രധാനപ്പെട്ട അവാർഡുകളും അവ ലഭിച്ച വ്യക്തികളെയും ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് 59ാമത്തെ ജ്ഞാനപീഠം പുരസ്കാരം നേടിയത് ആരാണെന്ന് നോക്കാം. 59ാം ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് വിനോദ് കുമാർ ശുക്ലയാണ്. ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠം നേടുന്ന ആദ്യത്തെ എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല. ഒപ്പം 12ാമത്തെ ഹിന്ദി എഴുത്തുകാരനുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. ലഗ്ഭഗ് ജയ്ഹിന്ദാണ് ആദ്യത്തെ കവിതാ സമാഹാരം. മറ്റു കൃതികൾ ദിവാർ മേം എക് കിഡ്കി രഹത്തി ദി, നൗകർ കി കമീസ്, കിലേഗ തോ ദേഖേംഗ എന്നിവയാണ്. 2023 58ാമത് ജ്ഞാനപീഠം ലഭിച്ചത് ഉറുദു എഴുത്തുകാരനായ ഗുൽസാറിനും സംസ്കൃതം എഴുത്തുകാരനായ റാം ഭദ്രാചാര്യയ്ക്കുമാണ്. 2024 7ാമത്തെ JCB അവാർഡിന് അർഹനായത് ഉപമന്യു ചാറ്റർജിയാണ്. അവാർഡ് നേടിയ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്നത്. 2023 JCB അവാർഡ് നേടിയത് പെരുമാൾ മുരുകനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ആളണ്ട പാച്ചി എന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് ഫയർബേർഡ് എന്നത്. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ്. 2024 34ാമത് സരസ്വതി സമ്മാന് അർഹനായ വ്യക്തിയാണ് മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. കൃതി സ്വാമിനാരായണ സിദ്ധാന്ത സുധ എന്നതാണ്. 2023 സരസ്വതി സമ്മാന് അർഹനായ വ്യക്തിയാണ് പ്രഭാവർമ്മ. അദ്ദേഹത്തിൻ്റെ രൗദ്രസാത്വികമാണ് അവാർഡ് നേടിയ കൃതി. 2024 34ാമത് വ്യാസ സമ്മാന് അർഹനായത് സൂര്യ ബാലയാണ്. കൃതി കോൻ ഡേസ്കോവാസി വേണു കി ഡയറി എന്നതാണ്. 2023 വ്യാസ സമ്മാന് അർഹനായത് പുഷ്പ ഭാരതിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പായ യാദേൻ യാദേൻ ഔർ യാദേൻ എന്നതാണ് അവാർഡ് നേടിയ കൃതി. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് NS മാധവനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് തിരുത്ത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി SK വസന്തൻ. 2024 48ാമത് വയലാർ പുരസ്കാരത്തിന് അർഹനായത് അശോകൻ ചരുവിലാണ്. അവാർഡ് നേടിയ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കാട്ടൂർ കടവ്. 2023 47ാമത് വയലാർ പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയായ ജീവിതം ഒരു പെണ്ടുലമാണ് വയലാർ പുരസ്കാരം നേടിയത്. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം നേടിയത് K അരവിന്ദാക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന് പറയുന്ന കൃതിയാണ് ഓടക്കുഴൽ പുരസ്കാരം നേടിയത്. K അരവിന്ദാക്ഷൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ നോക്കിവെക്കാം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ നോവലുകളാണ് നിലാവിൻ്റെ വിരലുകൾ, ജീവപര്യന്തം, സാക്ഷിമൊഴി, മറുപാതി, ഭോപ്പാൽ എന്നിവ. പ്രധാനപ്പെട്ട കഥകളാണ് അലക്ക് യന്ത്രം, മീര ചോദിക്കുന്നു, എലിവേട്ടയ്ക്കൊരു കൈപ്പുസ്തകം, കഥകൾ, പുതിയ ഗോത്രത്തിൻ്റെ ഉൽപ്പത്തി എന്നിവ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപന്യാസങ്ങളാണ് ഹരിതരേഖകൾ, അധികാരത്തിൻ്റെ ആസക്തികൾ, രാമൻ, ഗാന്ധി, അംബേദ്കർ, ഗാന്ധിയൻ കാഴ്ചകൾ എന്നിവ. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കൃതിയാണ് ഓടക്കുഴൽ പുരസ്കാരം നേടിയത്. ഇവിടെ ഓടക്കുഴൽ പുരസ്കാരങ്ങൾ ഓർത്തിരിക്കുവാൻ നമുക്ക് പ്രത്യേകിച്ച് കോഡുകളൊന്നും തന്നെ വേണ്ട. ഓടക്കുഴൽ എന്നുള്ളത് കൃഷ്ണൻ്റെ കയ്യിലുള്ളതാണ്. അപ്പം കൃഷ്ണൻ്റെ മറ്റ് പര്യായങ്ങളായ അരവിന്ദാക്ഷൻ, ഗോപികൃഷ്ണൻ, അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ആരൊക്കെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും.
2024 25ാമത് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ റഫീഖ് അഹമ്മദാണ്. 2023 24ാമത് പത്മപ്രഭ പുരസ്കാരം നേടിയത് സുഭാഷ് ചന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കൃതിയാണ് മനുഷ്യനൊരു ആമുഖം എന്നത്. 2025 14ാമത് ഹരിവരാസനം പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. 2024 13ാമത് ഹരിവരാസനം പുരസ്കാരം നേടിയത് PK വീരമണിദാസൻ. 2025 ജ്ഞാനപാന പുരസ്കാരം നേടിയത് KP ശങ്കരൻ. 2024 ജ്ഞാനപാന പുരസ്കാരം നേടിയത് രാധാകൃഷ്ണൻ കാക്കാശ്ശേരിയാണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ്. 2023 പുരസ്കാരം നേടിയത് സക്കറിയ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ നോക്കാം. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് EV രാമകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾക്കാണ് അവാർഡ് ലഭിച്ചത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് K ജയകുമാറാണ്. അദ്ദേഹത്തിൻ്റെ പിങ്കളകേശിനി എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് നേടിയത്. വളരെ റീസെൻ്റ് ആയിട്ട് ലഭിച്ചത് കൊണ്ട് തന്നെ ജയകുമാറിൻ്റെ മറ്റ് കൃതികളും കൂടെ നോക്കി വെക്കാം. അദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങളാണ് സഞ്ചാരത്തിൻ്റെ സംഗീതം, ആദിത്യ ഹൃദയം, കുടജാദ്രിയിൽ, ലളിത ജീവിതം, കൃഷ്ണപക്ഷം, എഴുത്തച്ഛൻ എഴുതുമ്പോൾ, അപരാധയോട് അനുരാഗപൂർവം എന്നിവ. 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡ് നേടിയത് KV കുമാരനാണ്. നോവലായ യാനമാണ് അവാർഡ് നേടിയത്. 2019 ഏറ്റവും ഒടുവിലായി വള്ളത്തോൾ പുരസ്കാരം നൽകിയത്. 2019 വള്ളത്തോൾ പുരസ്കാരം നേടിയത് പോൾ സക്കറിയ. 2024 17ാമത് ബഷീർ പുരസ്കാരം നേടിയത് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കൃതിയാണ് പുരസ്കാരം നേടിയത്. 2023 ബഷീർ പുരസ്കാരം നേടിയത് E സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ അവാർഡ് നേടിയ കൃതിയാണ് നരകങ്ങളുടെ ഉപമ. 2025 കടമ്മനിട്ട പുരസ്കാരം നേടിയത് ലീലാവതി. 2024 കടമ്മനിട്ട പുരസ്കാരം നേടിയത് റഫീഖ് അഹമ്മദ്. എന്നാൽ കടമ്മനിട്ട സാഹിത്യ പുരസ്കാരവും കൂടിയുണ്ട്. കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം ഏറ്റവും ഒടുവിലായി നൽകിയത് 2022 അതിൽ ലഭിച്ചത് ഹരിത സാവിത്രിക്കാണ്. അവരുടെ സീൻ എന്ന് പറയുന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത്. 2024 ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ഇന്ദ്രൻസിനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ രചനയായ ഇന്ദ്രധനുസിനാണ് അവാർഡ് ലഭിച്ചത്. 2023 അവാർഡ് നേടിയത് വിനോദ് കൃഷ്ണ. 2025 തകഴി പുരസ്കാരം 10ാമത് തകഴി പുരസ്കാരം നേടിയത് KP സുധീര. 2024 പുരസ്കാരം നേടിയത് MK സാനു. 2024 8ാമത് ONV പുരസ്കാരം നേടിയത് പ്രതിഭ റായിയാണ്. 2023 പുരസ്കാരം നേടിയത് C രാധാകൃഷ്ണൻ. 8ാമത് സത്യജിത്ത് സാഹിത്യ പുരസ്കാരം നേടിയത് പ്രഭ വർമ്മ.